6 പതിറ്റാണ്ടുകൾക്കു മുൻപ് മൂത്താന്തറ, കണ്ണകി നഗർ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തനമാരംഭിച്ച കർണക എം.എൻ. ഹയർ സെക്കൻഡറി സ്കൂൾ അറിവിന്റെ 60ാം വർഷത്തിലേക്ക്. 1966 സ്ഥാപിതമായ ഈ വിദ്യാലയം ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്ന ജില്ലയിലെ പ്രമുഖ വിദ്യാലയങ്ങളിലൊന്നായി വളർന്നിരിക്കുന്നു. 2016ഓടുകൂടി ഹയർ സെക്കൻഡറി ക്ലാസുകൾ ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങൾ. സ്കൂളിൽ AI അധിഷ്ഠിത ലാബ്, ഗണിത ലാബ്, സയൻസ് ലാബ് എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വർഷവും മികച്ച വിജയശതമാനം കൈവരിക്കുന്ന വിദ്യാലയത്തിൽ ഹൈടെക് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെയുള്ള ആധുനിക പഠന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 1500ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. കല, കായിക, ഗണിതശാസ്ത്ര മേളകളിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. വിവിധ മത്സരങ്ങളിലും സാമൂഹിക സേവന രംഗങ്ങളിലും കർണക എം.എൻ. HSS എന്നും മുൻപന്തിയിലാണ്. வரைவது நின்று விடும் கனவுகள் மட்டும் இல்லை என்றால் கவலைகள் நம் உயிர் தின்று விடும். 2025-26 കാലയളവിൽ സ്കൂളിന് ലഭിച്ച അംഗീകാരങ്ങൾ. ജില്ലാ ഗണിതശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി വിദ്യാലയത്തിന് ഓവറോൾ ട്രോഫി നേടാൻ സാധിച്ചു. മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനുള്ള ക്യാഷ് അവാർഡും ട്രോഫിയും 2026 മെയ് മാസത്തിൽ ലഭിക്കും. ജില്ലയിൽ 140 സ്കൂളുകൾ മത്സരിച്ചതിൽ 3ാം സ്ഥാനത്തിലേക്ക് എത്തിക്കാൻ കൈറ്റ് യൂണിറ്റിന് സാധിച്ചു. പാലക്കാട് സബ് ജില്ലാ സംസ്കൃതോത്സവത്തിൽ സെക്കൻഡ് റണ്ണറപ്പായി ട്രോഫി നേടി. പാലക്കാട് നഗരസഭയുടെ ശുചിത്വോത്സവത്തിൽ 1ാം സ്ഥാനം നേടാൻ സ്കൂളിന് കഴിഞ്ഞു. കോട്ട മൈതാനത്തിൽ വെച്ച് നടന്ന പരേഡിൽ മികച്ച പ്ലറ്റൂണിനുള്ള അവാർഡും സ്കൂളിനു വേണ്ടി നേടിക്കൊടുക്കാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് സാധിച്ചു. സ്കൂളിന്റെ അഭിമാന താരങ്ങൾ. 2025 SSLC വിജയശതമാനം 100 ഉയർന്നപ്പോൾ അപർണ, അക്ഷയ, ഗോപിക, അനഘ, ശ്വേത, അക്ഷയ S, അഞ്ജലി കൃഷ്ണ, കാർത്തിക, ശ്രീകേഷ്, വിവേക്, അഭിഷേക് P, ആദർശ്, അഭിഷേക് S, സഞ്ജയ്, അഭിജിത്ത് കൃഷ്ണ, നിതിൻ കൃഷ്ണ, കൃഷ്ണപ്രസാദ് എന്നീ 16 വിദ്യാർത്ഥികളാണ് ഫുൾ A+ നേടിയത്. കുച്ചിപ്പുടി, ഭരതനാട്യം HSS വിഭാഗത്തിൽ ശ്രീഹരി ബാബുരാജ് സംസ്ഥാന തലത്തിൽ മത്സരിച്ച് ഗ്രീസ് മാർക്കിന് അർഹത നേടി. കായിക രംഗത്ത് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ അബു ഫാഹിം, ഫിദ ഫാത്തിമ എന്നിവരും, ജൂനിയർ ക്രിക്കറ്റ് വിഭാഗത്തിൽ നിതിൻ, തൈക്കൂണ്ട വിഭാഗത്തിൽ ശ്യാം, ഹാമർ ത്രോ വിഭാഗത്തിൽ നവനീത് കൃഷ്ണ, ഫുട്ബോൾ വിഭാഗത്തിൽ ദിവ്യ സി, ആട്യപാട്യ എന്ന ഇനത്തിൽ ബിനോയ് എന്നീ വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിൽ മത്സരിച്ച് ഗ്രേസ് മാർക്കിന് അർഹത നേടി. ഡിഫറന്റ് ഏബ്രിഡായ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ സ്പോർട്സ് മീറ്റിൽ നയന S ഹാൻഡ്ബോളിലും അതുൽ കൃഷ്ണ S ക്രിക്കറ്റിലും അഞ്ജന M ഹാൻഡ് ബോളിവുഡിൽ മത്സരിച്ച് വിജയം നേടി. ഗണിതശാസ്ത്രമേളയിൽ സ്പന്ദന, ഭദ്ര എന്നീ വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് പ്രോജക്റ്റിലും വിജിത് സ്റ്റിൽ മോഡലിലും അശ്വിൻ കൃഷ്ണ ഗെയിമിലും സംസ്ഥാന തലത്തിൽ മത്സരിച്ച് ഗ്രീസ് മാർക്ക് കരസ്ഥമാക്കി. സയൻസ് സ്റ്റിൽ മോഡലിൽ കാർത്തിക K, കാർത്തിക S എന്നീ വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. 100 മാരത്തോണുകൾ പൂർത്തിയാക്കിയ വിദ്യാലയത്തിന്റെ അഭിമാന താരം രാഹുൽ കൃഷ്ണയും ദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ നേടി. അദ്വൈത കൃഷ്ണ, മിഥുൽ കൃഷ്ണ, അക്ഷയ് B, അദ്വൈത് J, ധനേഷ് മോൻ, അനിരുദ്ധ് എന്നീ വിദ്യാർത്ഥികൾ സ്കൗട്ട് നാഷണൽ ജാംബൂരിയിൽ പങ്കെടുത്ത് ട്രോഫികൾ നേടി. കേരള ഗവൺമെന്റ് സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിൽ 10ൽ പഠിക്കുന്ന കാർത്തിക K, കാർത്തിക S എന്നിവർ സ്കോളർഷിപ്പിന് അർഹരായി. പാലക്കാട് കർണക എം.എൻ. ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച ലിറ്റിൽ കൈറ്റ്സ് അംഗീകാരം. 2025-26 വർഷത്തെ മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളെ പ്രഖ്യാപിച്ചപ്പോൾ പാലക്കാട് ജില്ലയിൽ 3ാം സ്ഥാനം നേടി
കർണകിയമ്മൻ ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രദ്ധേയമായി. അംഗീകാരത്തിന്റെ ഭാഗമായി 20,000 രൂപയുടെ ക്യാഷ് അവാർഡും സ്കൂളിന് ലഭിക്കും. കൂടാതെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ട്രോഫിയും പ്രശംസാപത്രവും ലഭിക്കും. എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്ന പേരിൽ സംഘടിപ്പിച്ച റീൽസ് മത്സരത്തിൽ സ്കൂൾ പങ്കെടുത്തിരുന്നു. ആനിമേഷൻ, പ്രോഗ്രാമിംഗ്, റോബോട്ടിക്സ്, മലയാളം ടൈപ്പിംഗ് തുടങ്ങിയ മേഖലകളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മികച്ച സൃഷ്ടികളും പ്രവർത്തനങ്ങളുമാണ് ഈ നേട്ടത്തിന് അർഹമാക്കിയത്. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് റോബോട്ടിക്സ്, സംഗീതം, ഡ്രോയിംഗ് തുടങ്ങിയ മേഖലകൾ പരിചയപ്പെടുത്തി അവരെയും സാങ്കേതിക ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ പ്രവർത്തനങ്ങളും ഈ നേട്ടത്തിന് മാറ്റുകൂട്ടി. കുട്ടികൾക്ക് സാങ്കേതിക വിദ്യയിൽ മികച്ച പരിശീലനം നൽകുന്നതിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിലും യൂണിറ്റ് സജീവമാണ്. പ്രസീജ, ശ്രീഹൃദ്യ, ലാസിജ എന്നീ അധ്യാപകരാണ് ഈ വിജയത്തിലേക്ക് വിദ്യാലയത്തെ നയിച്ചത്. 16 മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാണ് കൈറ്റ്സ് സിഇഒ കെ അൻവർ സാദത്ത് ചെയർമാനായ സമിതിയാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. അവധിക്കാലത്ത് നടക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാന ക്യാമ്പിനോടനുബന്ധിച്ച് അവാർഡുകൾ വിതരണം ചെയ്യും. കർണകയമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് പാലക്കാട് ജില്ലയിൽ ഏറ്റവും വലിയ യൂണിറ്റാണ്. 3 സ്കൌട്ട് യൂണിറ്റും 3 ഗൈഡ് യൂണിറ്റുകളുമാണ് വിദ്യാലയത്തിലുള്ളത്. ഉത്തരവാദിത്വവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള 200ഓളം കുട്ടികൾ സ്കൌട്ട് ഗൈഡ് പ്രസ്ഥാനത്തിലുണ്ട്. സ്കൌട്ട് നാഷണൽ ജാംബൂരിയിലും രാജപുരസ്കാർ എന്നീ തലങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾ സ്കൂളിന്റെ അഭിമാനമാണ്. വിവിധ പരേഡുകളിൽ മികച്ച പ്ലാറ്റൂണിനുള്ള അവാർഡുകളും വിദ്യാലയം നേടിയിട്ടുണ്ട്. ഗൈഡ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു മികച്ച ബാഡ് ട്രൂപ്പ് വിദ്യാലയത്തിന് സ്വന്തമാണ്. ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികളുടെ സജീവമായ പ്രവർത്തനത്തിലൂടെ എല്ലാ ദിനാചരണങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളും കൃത്യമായി നടത്തിവരുന്നു. വജ്ര ജൂബിലി ആഘോഷത്തിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി അഗർവാൾ ഐ ക്ലിനിക്ക് നടത്തിയ കണ്ണുപരിശോധന JRC വിദ്യാർത്ഥികളുടെ സഹായത്തോടെ പൂർത്തിയാക്കി. യൂണിറ്റ് തലത്തിലെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ ഓരോ വർഷവും 30ഓളം വിദ്യാർത്ഥികൾ ഗ്രേസ് മാർക്കിന് അർഹത നേടുന്നുണ്ട്. സ്കൂളിന്റെ ഊർജ പ്രതിസന്ധിക്ക് പരിഹാരമായി സോളാർ സിസ്റ്റം, അത്യാധുനിക സൗകര്യങ്ങളുള്ള 2 കമ്പ്യൂട്ടർ ലാബുകൾ, കുട്ടികളുടെ സുരക്ഷയും അച്ചടക്കവും ഉറപ്പിക്കാൻ മുഴുവൻ സമയവും സെക്യൂരിറ്റിയുള്ള സ്കൂൾ, 24 മണിക്കൂറും ക്യാമറ നിരീക്ഷണത്തിലുള്ള സ്കൂൾ പരിസരം, ഹൈടെക് ക്ലാസ് റൂമുകൾ, ഒഴിവു സമയങ്ങൾ വിജ്ഞാനപ്രദമാക്കുന്നതിനുള്ള പ്രവർത്തനനിരതമായ ലൈബ്രറികൾ. മരുത റോഡ്, കൊട്ടേക്കാട്, കൊടുന്തിരിപ്പുള്ളി, പുതുശ്ശേരി, കാവിൽപ്പാട്, ശേഖരിപുരം, കല്ലേക്കാട് എന്നീ സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ട വാഹന സൗകര്യങ്ങൾ, എന്നും രുചിയും ഗുണമേന്മയുമുള്ള ഉച്ചഭക്ഷണം, എല്ലാ സമയവും പ്രവർത്തിക്കുന്ന ക്യാൻറ്റീൻ, വിനോദവും ഉന്മേഷവും നൽകുന്ന ഏറ്റവും വലിയ കളിസ്ഥലങ്ങൾ, ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്ന വൃത്തിയുള്ള സ്കൂൾ പരിസരം. സ്കൂൾ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഭാവിയിൽ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ: 1000 പേർക്കിരിക്കാവുന്ന ഇൻഡോർ ഓഡിറ്റോറിയം, ബാഡ്മിന്റൺ കോർട്ട്, ടേബിൾ ടെന്നീസ്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ തുടങ്ങിയ ഇൻഡോർ ഗെയിമുകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള സ്റ്റേഡിയം, 500 പേരെ ഉൾക്കൊള്ളുന്ന ശ്രീ മാധവം ഹാൾ നവീകരിച്ച് ലിഫ്റ്റ് സൗകര്യമുള്ളതും എയർ കണ്ടീഷണറുമായ കോൺഫറൻസ് ഹാൾ കലാപരിപാടികൾക്കായി ഉപയോഗിക്കുന്ന തരത്തിൽ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ ഔട്ട്ഡോർ ഗെയിമുകൾ നടത്തുന്നതിനും 200 മീറ്റർ റിലേ ട്രാക്ക്, ചുറ്റും നടപ്പാതയുള്ളതുമായ ഗ്രൗണ്ട് വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്തുവരുന്നു. 1966 സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയം വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ 6 പതിറ്റാണ്ടുകളായി മികച്ച സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള
കർണകയമ്മൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ് ഈ വിദ്യാലയം നടത്തുന്നത്. 60 വർഷം പിന്നിടുന്ന ഈ സ്ഥാപനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള ഗവർണർ നിർവഹിച്ചു കഴിഞ്ഞു. സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ലക്ഷ്യ 2026 ഏപ്രിൽ 5 മുതൽ മെയ് 5 വരെ കാലത്ത് 7 മണി മുതൽ 8:30 വരെ 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫുട്ബോൾ, ക്രിക്കറ്റ്, ടെന്നീസ്, കബഡി, ഖോ-ഖോ, ടെന്നിക്കോയിറ്റ്, അമ്പെയ്ത്ത് എന്നിവയിൽ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിക്കുന്നു. കർണകിയമ്മൻ സ്കൂളും കർണകിയമ്മൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി ചേർന്ന് നടത്തുന്ന കോച്ചിംഗ് ക്യാമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. വിശദ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കർണകിയമ്മൻ ഹയർ സെക്കൻഡറി സ്കൂൾ അഡ്മിഷൻ ആരംഭിച്ചു. നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ഉറപ്പാക്കൂ.